വരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ വലിയ അതിന് പറയുക, ജീവിതത്തിൽ വലിയ രണ്ട് ടാസ്കുകളാണുള്ളത്. ഒരു പരീക്ഷണ കേന്ദ്രങ്ങൾ. അതിലൊന്ന് നമ്മുടെ സമ്പത്തും മറ്റൊന്ന് നമ്മുടെ കുടുംബവുമാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അത് ഏറിയും കുറഞ്ഞുമിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവ രണ്ടും മുഖാമുഖം കാണാതെ, അതിനെ ഫേസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പലപ്പോഴും പലരും ധാർഷ്ട്യ സ്വഭാവത്തിൽ വലിയ അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ കഴിവുറ്റവരായതുകൊണ്ട്, അത് മക്കളെ കൊണ്ട്, സമ്പത്തുകൊണ്ട്, പ്രതാപം കൊണ്ട് കഴിവുറ്റവരായതിനാൽ ഞങ്ങളെ ഒന്നും ബാധിക്കുകയില്ല, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയുമില്ല എന്ന് ഊറ്റം പറയുന്ന സാഹചര്യം മനുഷ്യരിലുണ്ട് എന്നാണ് ഖുർആൻ വെളിപ്പെടുത്തുന്നത്. സൂറത്ത് സബ, വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ, ഒരു ജനപദത്തിലും നാം നിയോഗിച്ചിട്ടില്ല, ഒരു ജനതയിലും, ഒരു നാഗരിക ഭൂപ്രദേശങ്ങളിലും നാം നിയോഗിച്ചിട്ടില്ല. താക്കീത് നൽകുന്ന, അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിത ഭാവി എന്തായിരിക്കും എന്ന് സുവാർത്തയായും ദുഃഖവാർത്തയായും അറിയിക്കുന്ന അംബിയാ മുർസലുകളെ നിയോഗിച്ചിട്ടല്ലാതെ. അങ്ങനെ നിയോഗിച്ചു കഴിയുമ്പോൾ ഇല്ലാ കാല മുത്തറഫൂഹ, അവരിലെ ജീവിതത്തിലേറ്റവും ഔന്നത്യത്തിലെത്തി വിരാജിച്ച ആളുകൾ പറയാറുണ്ട്, ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് എന്ത് കാര്യത്തിലാണോ അത് ഞങ്ങൾ നിഷേധിക്കുന്നു, ഞങ്ങളത് അംഗീകരിക്കില്ല. അടിസ്ഥാനപരമായി റിസാലത്ത് അംഗീകരിക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആശയം. വഖാലു, അവർ പറയും, നഹ്നു അക്സറു അംവാലൻ വൗലാദൻ, ഞങ്ങൾ ധാരാളം സമ്പത്തുള്ളവരും ഒരുപാട് മക്കളുള്ളവരുമാണ്. വമാ നഹ്നു ബിമുഅദ്ദബീൻ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് പറയാതെ വലിയ ജനവിഭാഗത്തിൽ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിച്ച് അതിൽ മതിമറന്ന ജനങ്ങൾ അങ്ങനെയാണ് ധാർഷ്ട്യം പറയുക. ധിക്കാരമാണ് അവരുടെ ആ സംഭാഷണം. എന്നാൽ അള്ളാഹു അത് രണ്ടാമതറിയിക്കുന്നൊരു വാചകമുണ്ട്. ഇത് രണ്ടും അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ ഈ ധാരണ, ഒമാ അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും, ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളല്ല ഇവ രണ്ടും. അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കാനുള്ള
ഒരു ഘടകമല്ല ഇവ രണ്ടും. അതാകണമെങ്കിൽ ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹൻ, വിശ്വാസം സ്വീകരിക്കുകയും നല്ല പ്രവർത്തികൾ ഈ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തെ നന്നാക്കി തീർക്കുകയും ചെയ്തവരൊഴിയെ ഫഉലൈക ലഹും ജസാഉൽ ലഇഫ്, അവർ ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായി ഇരട്ടി നാം നൽകുന്നതാണ്. ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാത്തി ആമിനൂൻ, നിർഭയമായി അവർ സ്വർഗത്തിൽ ജീവിക്കുകയും ചെയ്യും. സമ്പത്തും മക്കളും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഗ്നിപരീക്ഷണ കേന്ദ്രമാണെന്നാണ് ആയത്തുകളിലെല്ലാം ബോധ്യപ്പെടുത്തി തരുന്നത്. അതിനൊരു സന്തോഷകരമായ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിതത്തെ വളർത്താൻ കഴിയുന്ന ഘടകങ്ങളായി അത് മാറിയാൽ അതൊന്ന് വിശ്വാസത്തിന് തടസ്സമല്ലാതെ വരണം, രണ്ട് സച്ചരിത ജീവിതത്തിനും അത് രണ്ടും തടസ്സമല്ലാതെ വരണം. 64-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ അവസാനിപ്പിക്കുന്ന ആയത്തതാണ്. അതിൽ അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും. അവിടെ ഇത് രണ്ടുമാണ് എടുത്തു പറയുന്നത്. വിശ്വാസികളെ, നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ ഒന്ന് മക്കളും മറ്റൊന്ന് സമ്പത്തും. ഇത് രണ്ടും നിങ്ങളുടെ ഇഹപര ജീവിതത്തെ നശിപ്പിച്ച് കളയും. പരലോകം മാത്രമല്ല, ഭൗതിക ജീവിതവും നശിപ്പിച്ച് കളയും. അള്ളാഹുവിൻ്റെ ദിക്ർ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പുലർത്തുന്നതിനും പകർത്തുന്നതിനും തടസ്സമായി മാറും. അതില്ലാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതാണ് സൂറത്തുൽ മുനാഫിഖൂൻ്റെ അവസാനം പറഞ്ഞ ആയത്ത്. നമ്മൾ ജുമുഅയിൽ എപ്പോഴും കേൾക്കുന്നൊരായത്തും അത് തന്നെയാണ്. വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. ഇത് വേണ്ടത്ര ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്നതാരോ അവരാണ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവർ. ആ പരാജയം ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ഒരുപോലെയാണ്. ഇപ്പം കഠിന യജ്ഞം വഴി ഈമാൻ ഉൾക്കൊണ്ടു, സൽക്കർമ്മങ്ങൾ ചെയ്തു, പ്രാർത്ഥനാ നിർഭരമായ ജീവിതമൊക്കെ നയിച്ച് പരലോകത്തെ ഹിസാബിൻ്റെ ദിവസം അള്ളാഹു സ്വർഗപ്രവേശം നൽകപ്പെടുന്ന മുഅ്മിനുകൾ, അവിടെ വലിയ ഒരാദിയും ദുഃഖത്തോടെയുമാണ് മാതാപിതാക്കൾക്ക് കടക്കേണ്ടി വരുന്നതെങ്കിൽ ഇല്ലാ മൻ സ്വലഹ മിൻ ആബാഇഹിം വദുരിയാത്തിഹിം. അവിടെ ഖുർആൻ പറഞ്ഞത് നല്ലവരായ മാതാപിതാക്കൾ, അവർ നല്ലവരാണ്. പക്ഷേ മക്കൾ നന്നാകാതെ വന്നാലോ അവിടെയും എരിപൊരി കൊള്ളുന്ന മനസ്സായിരിക്കും അവർക്കുണ്ടാവുക. അവർ അനുഭവിക്കുന്ന, മുൻപിൽ കാണുന്ന, അള്ളാഹു വിവരിച്ചതിൽ വച്ച് ഏറ്റവും ഒരു കാതും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത, മലായിനുൻ റാത്ത്, ഒരു കണ്ണും കാണാത്ത അത്രയും പ്രതിഫലാനുഗ്രഹം അതിൻ്റെ കൺമുൻപിലെത്തുമ്പോഴും മാതാപിതാക്കൾ വളരെ ഞെരുങ്ങിയായിരിക്കും ആ അവസ്ഥയെ സമീപിക്കുക. അതാണ് സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ അവസാനം ഇത്ര വലിയൊരു നഷ്ടം വേറൊന്നും വരാനില്ല എന്ന് പറയാൻ കാരണം. വഇലമു, സൂറത്ത് അൻഫാലിലൊരായത്ത് വഇലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്നത്തുൻ. നിങ്ങൾ നന്നായി അറിയണം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഇത്രയും വലിയ പരീക്ഷണം വേറൊന്നുമില്ല. ആ പരീക്ഷണം അനുകൂലമാക്കി മാറ്റാൻ
കഴിഞ്ഞില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നു എന്നാണ്. സമ്പത്ത് എങ്ങനെയാണ് അനുകൂലാക്കുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ റമദാൻ ഒരു മാസക്കാലം കേട്ടതാണ്. എല്ലാ ഖുത്ബകളിലും എല്ലാ ക്ലാസ്സുകളിലൊക്കെ അത് വിവരിക്കാറുണ്ട് എല്ലാവരും. സമ്പത്തും മക്കളും വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, തീർച്ചയായും അള്ളാഹു അവൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം ഒരുക്കിയിരിക്കുന്നു. ഈ അജ്റുൻ അളീം ഒരുക്കാൻ കാരണം ഇത്രയും വലിയ ഒരു പരീക്ഷണമായതുകൊണ്ടാണ്. അതിൽ വിജയിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ വിജയം. സമ്പത്ത്, ലഭ്യമായ സമ്പത്ത് ഉപയോഗപ്പെടുത്തും, ആസ്വദിക്കണം, അനുഭവിക്കണം, സംതൃപ്തി അടയണം. ഇതാണല്ലോ അതിൻ്റെയൊക്കെ ധർമ്മവും ഫലവും. അതിന് കഴിയുന്നില്ലെങ്കിൽ ഖുർആനിലെ സൂറത്തുൽ ഹുമസ അതിൽ 2-3 കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അത് എല്ലാ നാശത്തെയും വിളംബരം ചെയ്യുന്നു ആയത്ത്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അവർ സമ്പത്ത് ശേഖരിക്കും, എന്നിട്ടത് കൃത്യമായി കണക്കുകൂട്ടും. ഓരോ വർഷം കഴിയും തോറും അവർ അവരുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ വിലയിരുത്തും. അതെത്രത്തോളം വളർന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നു, ഡെവലപ്പായിരിക്കുന്നു, എത്ര ആസ്തി, അവൻ്റെ ഫ്ലാറ്റ് പോം എത്ര ബലവത്താണ് എന്നത് അവനിങ്ങനെ പിന്നിലേക്ക് നോക്കിയിട്ട് സന്തോഷം ഉൾക്കൊള്ളുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അവർ ധരിക്കുന്നത് ഏതാണ്ട് എല്ലാ ജീവിതത്തെയും ഉറപ്പിച്ച് നിർത്താൻ ഇത് മതി എന്നാണ്. അതൊക്കെയാണ് പിന്നീട് ഖുർആൻ പറഞ്ഞത്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു, അത് സൂറ അൻഫാലിൽ തന്നെയാണ് വീണ്ടും പറയുന്നത്. വിശ്വാസികളെ, ഇതൊന്നും അല്ല ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വഴികൾ. ഇൻ തത്തഖുല്ല, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയുള്ളവരായി കഴിഞ്ഞാൽ, യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് പ്രതിസന്ധിയെയും അള്ളാഹു അതിൽ നിന്ന് കരകയറ്റി തരും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറന്നു തരികയാണ്. വയുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അവൻ പുറത്തു തരും. വയഗ്ഫിർ ലക്കും, മായ്ച്ചു കളയുകയും പുറത്തു തരികയും ചെയ്യും എല്ലാം. വല്ലാഹു ദുൽ ഫളിൽ അളീം, അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നതും വിജയം വാഗ്ദത്തം ചെയ്യുന്നതും. എന്നിട്ട് സൂറത്ത് തഗാബുനിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പോഴാണ് ഇതിൻ്റെ ഈ 2 പരീക്ഷണത്തിൻ്റെ വലിപ്പം മനസ്സിലാവും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ, മനസ്സിൻ്റെ വളർച്ചയനുസരിച്ച് അവൻ്റെ ശാരീരിക ആവശ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കും, വികാര വിചാരങ്ങൾ വളർന്നു വരും. അത് നിയന്ത്രണ വിധേയമാക്കും. അതാണ് മനുഷ്യൻ്റെ ബുദ്ധിപരമായ കഴിവ്, ബോധതലത്തിൻ്റെ പ്രവർത്തനം. സർവോപരി ഈ ദീൻ ഒരു മനുഷ്യനിലുണ്ടായാൽ അവനെ അവൻ തന്നെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവനാക്കി മാറ്റും. അതാണ് ഒരാൾ മുസ്ലിം ആകുന്നു എന്നതിൻ്റെ സാഹചര്യം. അതൊരു യുവതിയായാലും യുവാവായാലും, ഞാനൊരു മുസ്ലിമാണ് എന്ന ഒരഭിമാന ചിന്തയാണ് തൻ്റെ വികാര വിചാരങ്ങളും അതുപോലെ മറ്റ് എല്ലാ തരം ചിന്തകളെയും നിയന്ത്രിക്കാൻ സ്വയം ജീവിതത്തിൽ പ്രാപ്തി നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അവർ പറയുന്നത് ഞാൻ മുസ്ലിമുകളിൽ ഒരു മുസ്ലിമാണ്, അതാണ് എൻ്റെ ഒരു പ്രത്യേകത, ഞാനൊരു മുസ്ലിമാണ് എന്ന അനുഭവ ബോധ്യം.
എന്ന അഭിമാന ചിന്ത എന്ന വിജയകരമായ ഒരു പ്രഖ്യാപനം, അത് മനുഷ്യനെ അച്ചടക്കത്തിൽ ജീവിപ്പിക്കും. ആ ചിന്ത നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെട്ടാൽ, അതിന് ക്ഷതമേറ്റാൽ നമ്മൾ പരാജിതരായി മാറും. അതാണ്, ഞാനൊരു മുസ്ലിമാണ്. അപ്പോൾ ഒരു യുവാവായാലും യുവതിയായാലും അവരുടെ ഏറ്റവും ഉത്കടമായ ആഗ്രഹം ഒരു കുടുംബജീവിതമായിരിക്കും. അപ്പോൾ ഭാര്യയോ ഭർത്താവോ, അവിടെ അള്ളാഹു രണ്ട് കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. അതിലൊന്നാണ് സൂറത്തു തഗാബുൻ. അതിൽ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്തു തഗാബുനിൽ യാ അയ്യുഹല്ലദീന ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും, നിങ്ങളുടെ ഇണകൾ, അത് പുരുഷനും സ്ത്രീയും, ഒരു കുടുംബത്തിലെ നാഥനും നാഥയും, രണ്ടുപേരും ഒരേ അവസ്ഥയിലാണ്. വൗലാദിക്കും, നിങ്ങളുടെ മക്കളും. അപ്പം നിങ്ങൾ എന്ന ഒരു കുടുംബത്തിൻ്റെ തലവനാരോ അയാളും ആ കുടുംബം ചുമതലയേൽപ്പിക്കപ്പെട്ട സ്ത്രീയും, ഈ രണ്ടുപേരും, ഇവർ രണ്ടുപേരും ഏറ്റെടുക്കുന്ന ഒരു പരീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ വിജയിച്ചാലാണ് ഈ മഹത്തായ പ്രതിഫലം മുൻപ് സൂറത്ത് അൻഫാൽ പറഞ്ഞത്, അതിലാണ് വിജയിക്കേണ്ടത്. അതിലൊരു 2 കാര്യമാണ്. ഒരു കുടുംബം എന്നത് പടച്ചവൻ്റെ ഒരു ഖളാഉം ഖദറുമാണ്. അത് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുന്നിടത്ത് വിജയം വരിക്കണം. ഏത് പ്രതികൂലതയെയും മാറ്റിമറിക്കാൻ കെൽപ്പ് 2 ആൾക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമോ, ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഒരു വാക്ക് പറഞ്ഞു. ഒറ്റ വാക്കിലാണ് ആ ജീവിതം മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു പദമാണത്. വഖദ്ദിമൂ ലി അൻഫുസിക്കും. ഇമാം റാസിയെ പോലുള്ളവരൊക്കെ അതിന് നൽകിയ അർത്ഥവിവക്ഷ വായിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും. ഈ ഒരു വാക്കിനാണോ ഇത്രയധികം ആശയം? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകരുതലുകൾ എടുക്കണം. നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന 1-ാമത്തെ ദിവസം ഭാവിയെയാണ് നിങ്ങൾ സംവിധാനിക്കേണ്ടത്. നാളെയാണ് കാണേണ്ടത്. ഇന്നലെ എന്തായിരുന്നു എന്നതല്ല, നാളെ എന്താകണം എന്നത് നിങ്ങൾ തീരുമാനിക്കണം. ആ തീരുമാനിക്കുന്നിടത്ത് 2 മനസ്സും ഒരുപോലെ മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 100 കൊല്ലത്തെ ഒരു ഭാവി സംവിധാനം ചെയ്യാം. വേണ്ട 1 കൊല്ലത്തേക്ക്, പിന്നെ ആ തൊട്ടടുത്ത വർഷം, പിന്നെ അടുത്ത വർഷം, അങ്ങനെയാണല്ലോ. ഒരു ജുമുഅ കഴിഞ്ഞാൽ അടുത്ത ജുമുഅ, ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ. ഇതാണല്ലോ ഇസ്ലാമിൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിത പരിവർത്തനത്തിനുള്ള ഒരു ടൈം ടേബിൾ. അതാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് പ്രതീക്ഷിക്കണം. അങ്ങനെ വഖദ്ദിമൂ ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളുടെ ഹിതങ്ങൾ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കണം. നിങ്ങളുടെ അഹിതങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം താല്പര്യമായി വളരണം. ആയിഷ ബീവി ഉമ്മുൽ മുഅ്മിനീൻ അലൈഹിർ റഹ്മ നബിയുടെ പത്നിയാണ്. എന്തിനധികം ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര അലൈഹിർ റഹ്മ, 2 പേരുടെയും ജീവിതത്തിലെ 2 ഘട്ടങ്ങൾ. അതിലൊന്ന് പ്രായാധിക്യത്തിലെത്തി, ജരാനര ബാധിച്ചു, എല്ലും തൊലിയുമൊക്കെ കാണാവുന്ന രൂപത്തിൽ ചുക്കിച്ചുളുങ്ങി, കാഴ്ച കുറഞ്ഞു, വിറയലുണ്ടായി, കൂന് ബാധിച്ചു. അത് യുവതികൾ ചോദിച്ചാ നബിയോട്. ഇപ്പോഴും ഈ വല്യമ്മയെ അവിടെ നിന്ന് ഓർത്തുകൊണ്ട് നടക്കുകയാണോ എല്ലാ ദിവസവും? ഈ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ, ഒരു വല്യമ്മയാണല്ലോ, അതിനെ ഇപ്പോഴും നിങ്ങൾ ഓർക്കുകയാണോ എന്നാണ് ചോദ്യം. ആയിഷയെ പോലുള്ള യുവതികളുടേതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മറുപടി പറയുന്നത് അതായിരുന്നു ജീവിതം. മരണം വരെയും ആ സ്മരണ എന്നോടൊപ്പം നിലനിൽക്കും. എന്നെ ജീവിപ്പിച്ചത്, എന്നെ പിടിച്ചു നിർത്തിയത്, ജീവിതം നൽകിയത്, ഭാവി ഭദ്രമാക്കിയത്, സുരക്ഷിതത്വം നൽകിയത്, ജീവിതത്തിലെ എന്തെല്ലാം ആസ്വാദനങ്ങളാണോ അതെല്ലാം നൽകിയത് അവരാണ്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടിയാണ്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ അലൈഹി റഹ്മ പറയുന്നത് അതല്ല, ഞങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഒരുമിച്ചായിരുന്നു. എനിക്ക് പ്രത്യേകമായ ഇഷ്ടമില്ല. എൻ്റെ പ്രായത്തിലുള്ള ഇഷ്ടം വിനോദവും കളിയുമാണ്. അതിൽ നബി കൂടും അതിൻ്റെ കൂടെ. അതിൽ നബി എന്നോടൊപ്പം ഉണ്ട്. ഇപ്പം നമ്മുടെ വളർച്ചയിൽ വളർന്നു വരുന്ന യുവതികളൊക്കെ ഏതാണ്ട് സ്ത്രീകളെല്ലാവരും ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വന്നതിൻ്റെ ശേഷം പ്രത്യേകിച്ച് കുക്കിങ്ങാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. ഇത് നമ്മളൊരു 15 നൂറ്റാണ്ട് മുൻപിലേക്ക് പുറകോട്ട് പോവുക. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലും ഞാനും ഒരുമിച്ചാണ് കുക്ക് ചെയ്യണത്. എന്താണോ ആ കാലത്തുണ്ടാക്കുന്നത് അത് എത്ര ആനന്ദകരമാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവിടെ ആരും ആരെയും കൽപ്പിക്കുന്നില്ല, ഭരിക്കുന്നില്ല, കീഴ്പ്പെടുത്തുന്നില്ല, അടിമത്തം കൽപ്പിക്കുന്നില്ല, ശാസനാധികാരമില്ല. ഇനി ശാസിക്കുകയാണെങ്കിൽ രണ്ടാളും തുല്യമായി ശാസിക്കും. ഇതൊരു ജീവിതത്തിൽ ഒരു വിജയം. ഇതിനകത്ത് വരുന്നവൻ വിജയിച്ചു. സമ്പത്താണ് വിഷയം. അപ്പോൾ ജീവിതം ആരംഭിക്കുന്ന ഓരോ നാഥനും നാഥയും എങ്ങനെയും സ്വയം പര്യാപ്തത ചിന്തിക്കും. അത് വന്നു കഴിയുമ്പോൾ ജീവിതം താളം തെറ്റിയാലോ, അവിടെയാണ് വിഷയം. ജീവിതം താളം തെറ്റുകയാണ്. പിന്നെ ഇതെല്ലാം ഉണ്ടായിട്ടെന്താ കാര്യം? ഇതൊക്കെയുണ്ട്. ജീവിതം താളം തെറ്റിയാൽ അത് പിന്നെ ആരാണ് വിളക്കി ചേർക്കാൻ കഴിയുന്ന ഒരാൾ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ മക്കൾ അതുവല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളാണ്. നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. നിങ്ങളുടെ സമ്പത്തും ശത്രുക്കളാണ്. ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ വളരെ ഭംഗിയായി ശ്രദ്ധിക്കണം. സമ്പത്തും ശ്രദ്ധിക്കണം, കുടുംബവും ശ്രദ്ധിക്കണം. അതിലൊരാൾ നോക്കിയാൽ പോരാ. എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. സമ്പത്തിൻ്റെ കാര്യവും അതെ, കുടുംബത്തിൻ്റെ കാര്യവും അതെ. വൈൻ തഅഫു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു. വ തസ്ഫഹു വ തഗ്ഫിറു, നിങ്ങൾ വിടുതൽ ചെയ്യുകയും കണ്ണടയ്ക്കുകയും അത് നിങ്ങൾ ഗൗരവമല്ലാതെ കാണുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള വഴിയാണ്. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പുറത്തു തരും, അവൻ കരുണ ചെയ്യും. നിങ്ങളും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സൂറത്തു തഗാബുനിൽ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്നത്തുൻ. ഇവിടെ ഇണകളെ പറഞ്ഞില്ല. രണ്ടാമത് എടുത്തു പറഞ്ഞപ്പോൾ സമ്പത്തും മക്കളുമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം ഒരു കുടുംബമാണല്ലോ. കുടുംബത്തിലേക്ക് കടന്നാൽ എല്ലാവർക്കും എന്ത് വേണം? മക്കൾ വേണം. പിന്നെ അത് തീരാത്ത ആഗ്രഹമാകും. അവിടെ അള്ളാഹു അമ്പിയാക്കന്മാരെ ഉദാഹരണമായി ഉപമയായി പഠിപ്പിക്കുന്നുണ്ട്. അമ്പിയാ മുർസലുകൾ, അവിടെ അള്ളാഹു പറഞ്ഞു, ഞാൻ ചിലർക്ക് മക്കളെ നൽകിയില്ല എന്നാണ്, നബിമാർക്ക്. ചിലർ ആൺകുട്ടികളെ ആഗ്രഹിച്ചപ്പോൾ പെൺകുട്ടികളെ മാത്രമേ ചില നബിമാർക്ക് കൊടുത്തുള്ളൂ. ചില നബിമാർ പെൺകുട്ടികളുണ്ടാകാൻ ആഗ്രഹിച്ചു, പക്ഷെ ആൺകുട്ടികളെ മാത്രമേ കൊടുത്തുള്ളൂ അവർക്ക്. വേറെ ചിലർക്ക് രണ്ടിനെയും കൊടുത്തു, മറ്റു ചിലർക്ക് ആരെയും കൊടുത്തില്ല. ഇത് നബിമാരെയാണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇതെന്തിനാ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ജീവിതത്തിലെ അടങ്ങാത്ത ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് തുടങ്ങും എരിവൊരി കൊള്ളുന്ന ജീവിതം. ആരെ? മക്കളുടെ കാര്യത്തിൽ. വളർന്നു വന്നു കഴിയുമ്പോൾ പിന്നെ ഇക്കാലഘട്ടത്തിലാണെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു തലമുറയ്ക്ക് മുൻപ് വളർന്നു വരുന്ന യുവതീ യുവാക്കളിൽ വളരെ പ്രചാരത്തിൽ വന്നൊരു കാര്യം ദീനിനെ തന്നെ തള്ളിക്കളയലാണ്. എന്ന് പറഞ്ഞാൽ യുക്തിവാദം, നിരീശ്വരവാദം. ഇതായിരുന്നു വളർന്നു വരുന്ന മുസ്ലിം യുവതീ യുവാക്കളുടെ ഇടയിൽ വ്യാപകമായൊരു ചിന്താഗതി. ഇന്നത് പോയിട്ട് ജീവിതത്തെ തള്ളിക്കളയുകയാണ്. ജീവിതം വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിയും, ഞങ്ങൾക്കതിന് വിദ്യാഭ്യാസമുണ്ട്, വരുമാനമുണ്ട്, സൗകര്യമുണ്ട്, ജീവിക്കാനും അറിയാം. പിന്നെ ഈ പൊല്ലാപ്പ് കെട്ടൊന്നും എടുത്തു വയ്ക്കണ്ടല്ലോ.
ഇന്ന് വളർന്നു വരുന്ന യുവതീ യുവാക്കളുടെ മാനസികാവസ്ഥ അതാണ്. അത് വളരെ വലിയ ദോഷം ചെയ്യുന്ന ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല. അങ്ങനെ കുട്ടികൾ വളർന്നു വരുമ്പോൾ മനസമാധാനത്തോടെ ഒരു ഏകാഗ്രതയോടെ 2 റക്അത്ത് നിസ്കരിക്കാൻ കാരണവന്മാർക്ക് സൗകര്യം ഉണ്ടാവില്ല. കാരണം നിൽക്കുമ്പോൾ നരകത്തിൽ ഈ ഹിസാബിന് വേണ്ടി ചെമ്പ് പഴുത്ത തറയിൽ നിർത്തപ്പെടുന്ന ഒരു ദിവസം ഖുർആൻ പറയുന്നുണ്ട്. ആ അവസ്ഥയിലാണ് പിന്നെ ഓരോ കാരണവന്മാരും. കാരണം പിള്ളേർ വലുതായി, കഴിവുള്ളവരായി, അവരെക്കാൾ വിവരമുള്ളവരുമായി. പിന്നെ ഇനി ആരോടാ ഇത് പറയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഉമ്മിയായ നബി പറഞ്ഞാൽ എത്രത്തോളം പറയും? നബിയെ അംഗീകരിക്കുന്നവർക്കല്ലേ ആ വാക്ക് വലുതാവുള്ളൂ, അല്ലാത്തവർക്ക് എന്താ ഉള്ളത്? അതുകൊണ്ടാണ് ഖുർആൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന സത്വബോധം. ആനന്ദിൻ്റെ ഒരു നോവൽ തന്നെ സ്വത്വത്തിൻ്റെ മാനങ്ങളും അതിൻ്റെ നഷ്ടത്തെയും വിവരിക്കുന്നത് ആ നോവൽ. ഞാനിത് ഉണർത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മുസ്ലിമാണ് എന്നൊരു സത്വബോധം ഉണ്ടല്ലോ, ആ ബോധം മുസ്ലിം യുവതീ യുവാക്കളിൽ വർദ്ധിച്ചാൽ, നിലനിന്നാൽ, അവരെ ആരും ഗുണദോഷിക്കേണ്ട, നന്നായി വരും. ഞാനൊരു മുസ്ലിമാണെന്നുള്ള ബോധം വന്നാൽ മതി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് അള്ളാഹു ഇത്രയും ഗൗരവമായി സൂറത്ത് അൻഫാലുണ്ട്, സൂറത്ത് സബ് പറഞ്ഞു, സൂറത്ത് തഗാബുൻ പറഞ്ഞു. 3 അധ്യായങ്ങളിലെ ആയത്തുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വളരെ സഗൗരവം. ഇതെല്ലാം ജീവിതത്തിൽ നമ്മുടെ വിജയത്തിന് നമ്മൾ നേരിടേണ്ട പരീക്ഷണങ്ങളാണ്. അത് വിജയിക്കാൻ നമ്മൾ ശ്രമിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവൻ്റെ സഹായം തേടണം. മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.